ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ദക്ഷയജ്ഞത്തിൽ സംബന്ധിക്കാൻ സതീദേവി ആഗ്രഹിക്കുന്നതും ഭഗവാന്റെ മറുപടിയും എന്ന കഥയെക്കുറിച്ചാണ്. ശ്രീ മൈത്രേയ പറഞ്ഞു, ദക്ഷന് ശ്രീ ശിവനുള്ള വിദ്വേഷം വളരെ കാലം നീണ്ടുനിന്നു. അതിനിടയിൽ ബ്രഹ്മാവ് ദക്ഷനെ പ്രജാപതികളുടെ അധിപനായി അഭിഷേകം ചെയ്തു. അത് ദക്ഷനെ കുറെ കൂടി ഗർവിഷ്ഠനാക്കി തീർത്തു. അവൻ വാജപേയം എന്ന മഹായാഗം ആരംഭിച്ചു. അതിന് ഋഷികളെയും ദേവന്മാരെയെല്ലാം ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ചു. ശ്രീശങ്കരനെ മാത്രം ക്ഷണിച്ചില്ല. എല്ലാവരും യാഗത്തിന് പോകുന്നത് കണ്ട് സതീദേവി പോകണമെന്ന മോഹമുണ്ടായി. കാന്തനോട് പറഞ്ഞു, നാഥ, അവിടുത്തെ ശശുരന്റെ യജ്ഞമഹോത്സവത്തിന് ദേവന്മാരെല്ലാം പോകുന്നത് കാണുന്നില്ലേ? നമുക്കും പോകണം. ബന്ധുക്കളെ കാണാനും അവരിൽ നിന്ന് സമ്മാനങ്ങൾ നാം രണ്ടുപേരും ചേർന്ന് സ്വീകരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്ത്രീക്ക് പിതൃഗൃഹത്തിൽ പോകാനുള്ള ആഗ്രഹം എത്രയെന്ന് അവിടുന്ന് അറിയുന്നില്ലേ? അമ്മയെ ക്ഷണിച്ചില്ലെന്ന കാരണത്തിലാണോ വിളകാതെ ഇരിക്കുന്നത്? ഭർത്താവ്, പിതാവ്, ഗുരു എന്നിവരുടെ വീട്ടിൽ ക്ഷണിക്കാതെയും പോകാമല്ലോ. ഞാൻ അവിടുത്തെ അർദ്ധശരീരമല്ലേ. കരുണ ചെയ്ത് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരയണമേ. ശ്രീ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു. ദക്ഷന്റെ വിദ്വേഷവും അധിക്ഷേപ വാക്കുകളും ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു, ശോഭനെ, നിന്റെ ആഗ്രഹം സ്വാഭാവികം തന്നെ. ഞാൻ കുറ്റം പറയുന്നില്ല. അഹങ്കാരികളും ദോഷദുഷ്ടകളുമല്ലാത്ത ബന്ധുക്കളുടെ ഗൃഹത്തിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. വിദ്യ, തപസ്, ധനം, ആദിജാത്യം ഇവയെല്ലാം സത്തുക്കൾക്കുണ്ടെങ്കിൽ അധികം നല്ലതു തന്നെ. എന്നാൽ ഇവ അസത്തുക്കളെ അധികം ഗർവിഷ്ഠരാക്കും. അവർ മഹാത്മാക്കളെ അപമാനിക്കും. സ്വജനങ്ങളാണെന്ന് വെച്ച് അങ്ങനെയുള്ളവരുടെ ഗൃഹത്തിൽ പോകരുത്. അവർ വക്രദൃഷ്ടിയോടെ ആയിരിക്കും നോക്കുന്നത്. അവരുടെ ദുർവാക്കുകൾ മർമ്മങ്ങളെ പിളർക്കും. ശത്രുക്കളുടെ നിശബ്ദ ബാണങ്ങൾ അത്രത്തോളം വേദനിപ്പിക്കുകയില്ല. നീ ഒരു കാലത്ത് ദക്ഷന്റെ ഓമനപുത്രിയായിരുന്നു, ശരി തന്നെ. എന്നാൽ ഇപ്പോൾ ദക്ഷൻ നിന്നെ ശത്രുവായ എൻ്റെ ഭാര്യയായിട്ടേ കാണുകയുള്ളൂ. ദക്ഷൻ പരശ്രീയെ സഹിക്കുന്നവനല്ല. അല്ലെങ്കിൽ എന്നെ ദ്വേഷിക്കാൻ ഒരു കാരണവുമില്ലായിരുന്നു. അന്ന് ഞാൻ ദക്ഷനെ പ്രത്യക്ഷമായി ബഹുമാനിച്ചില്ല. കാരണം ദേഹാഭിമാനിയെ കൂടുതൽ ഗർവിഷ്ഠനാക്കേണ്ടെന്ന് കരുതി മാത്രമായിരുന്നു. ദക്ഷന്റെ ശരീരത്തിലും അന്തർയാമിയായിരിക്കുന്ന ശ്രീ വാസുദേവനെ ഞാൻ മനസ്സാ നമസ്കരിക്കുക തന്നെ ചെയ്തു. അധോക്ഷജനെ സർവദാ ഹൃദയത്തിൽ വഹിച്ച് സേവിക്കുന്നു. നിരപരാധിയായ എന്നെ ദക്ഷൻ ദുർവാക്കുകൾ കൊണ്ട് കഠിനമായി അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. അതിനാൽ അയാൾ പിതാവാണെങ്കിലും നിനക്ക് കാണാൻ പോലും യോഗ്യനല്ല. എൻ്റെ വാക്ക് കേൾക്കാതെ നീ പോയാൽ മംഗളം ഭവിക്കുകയില്ല. ഒരു കാലത്തിൽ വാത്സല്യപൂർവ്വം ലാളിച്ചിരുന്ന സ്വജനത്തിൽ നിന്നും അപമാനം നേരിട്ടാൽ അത് സഹിക്കാൻ കഴിയാതെ ഒരുപക്ഷെ മരണത്തിൽ തന്നെയും ഇടവന്നേക്കാം. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ വിരമിച്ചു. ദേവി ആഗ്രഹം സാധിക്കാതെ തൻ്റെ സമീപത്തിലിരുന്നാലും പിതൃഗൃഹത്തിൽ പോയി അപമാനം നേരിട്ടാലും രണ്ടു വിധത്തിലും ദേവിക്ക് ശരീരനാശമുണ്ടാവുമെന്ന് ഭഗവാൻ മുൻകൂട്ടി കണ്ടു. അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് സതീദേവിയുടെ ദേഹവിയോഗം എന്ന കഥയെക്കുറിച്ചാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.